കോഴിക്കോട് കാവിലുംപാറ കരിങ്ങാട് ആളുകളെ ആക്രമിച്ച കാട്ടാനയെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ആനയെ ഡോക്ടർമാർ ഉൾപ്പെടുന്ന വനം വകുപ്പ് സംഘം നിരീക്ഷിക്കുകയാണ്. കുട്ടിയാനയുടെ ആരോഗ്യനില പരിശോധിച്ചതിന് ശേഷമാണ് തീരുമാനം എടുക്കുക. വീട്ടുമുറ്റത്ത് വെച്ച് ദമ്പതികളെയാണ് കഴിഞ്ഞ ദിവസം ആന ആക്രമിച്ചത്. കാവിലുംപാറ കരിങ്ങാട് ഒരു കുട്ടിയാനയാണ് പ്രശ്നക്കാരനായി നിൽക്കുന്നത്. ആഴ്ചകളായി ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആന. ഇതിനെ മയക്കുവെടി വെക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം 2 പേർക്ക് ഈ ആനയുടെ ആക്രമണത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. ഞാൻ വരുമ്പോൾ കാണുന്ന പെണ്ണുങ്ങൾ ഓടിക്കുന്ന ആന. അപ്പം ഞാൻ ആനേനെ ബഹളം വെച്ച് അന്നേരം ആന എന്നെ ഓടിച്ച്. അപ്പം ഞാൻ വീണ്. അന്നേരം പിന്നെ ഇത് വന്ന് കുത്തി. അങ്ങനെ കുറച്ചു നേരം കുസ്തി പിടിച്ച്. ഇപ്പോഴത്തെ അടുത്തൊരു എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. ഞാൻ ബഹളം വെച്ച് വരെ ഇട്ടിട്ട് ഓടി. കൈക്കാണോ സാറായി പരിക്ക്? കൈക്കും കാലിനൊക്കെ പുറത്തൊക്കെ ഈ ഷോൾഡറെല്ലാം ഭയങ്കര പ്രശ്നം. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞാലും വരുമ്പോൾ പകലെല്ലാം ഇറങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇത് അടുക്കുന്നില്ല, കാട്ടിലൊന്നും കയറുന്നില്ല. വല്ലാത്തൊരു ശൗര്യം പിടിച്ച ആന. സാധാരണ ആന പടക്കം പൊട്ടിച്ചാൽ ഓടും. ഇത് പടക്കം പൊട്ടിക്കുമ്പോൾ ഇങ്ങോട്ട് ഓടുക. മുറ്റത്തിറങ്ങിയപ്പോൾ അവിടെ ആന ചക്ക പൊട്ടിച്ച് തിന്നുന്നുണ്ടായിരുന്നു. അന്നേരം ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ഞാൻ ചേട്ടനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ആന എന്നെ ഓടിച്ചു. ഞാൻ നിലത്ത് വീണു. ചേട്ടന് അവര് വന്ന് രക്ഷപ്പെടുത്തിയത്. അതുപോലെ നടന്ന് വല്ലാണ്ട് കാർച്ചയായിരുന്നു. ഇവരുടെ കാർച്ചയെല്ലാം കേട്ടിട്ടാണ് കുട വെച്ചൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു. അന്നേരമാണ് ഇത് വിട്ടിട്ട് ഓടിയത്. ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് മുന്നോടിയായി വനം വകുപ്പിന്റെ തന്നെ വൈദ്യസംഘം ഇതിന്റെ ആരോഗ്യനില പരിശോധിക്കാനായി ഉടനെ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇതിൽ ആനയ്ക്ക് 2 വയസ്സാണ്, ഏകദേശം 2 വയസ്സാണ് പ്രായം. ഒന്നുകിൽ കൂട്ടം തെറ്റി വന്നതാകാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ തള്ളയാന ചത്തുപോയതാകാം എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഈ മേഖലയിൽ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. കാവിലുംപാറയിൽ നിന്ന് ജോം ഡി കെ. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.